ജർമ്മനിയിലെ യുക്രൈൻ സൈനിക വിമാനം ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ അട്ടിമറി ശ്രമത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. ലെപ്സിക് വിമാനത്താവളത്തിൽ സമീപത്ത് നിന്ന് സ്ഫോടക വസ്തുക്കളുമായി മൂന്നാമത്തെ ഡ്രോൺ അന്വേഷണ സംഘം കണ്ടെത്തി. ഡ്രോണിനൊപ്പം 50 ഗ്രാം അതീവ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളും ഫോറൻസിക് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ജർമ്മനിയിൽ ഉക്രൈൻ സൈനിക വിമാനം തകർക്കുവാൻ ലക്ഷ്യമിട്ടെന്ന് കരുതുന്ന വൻ ഡ്രോൺ അട്ടിമറി ശ്രമത്തിന്റെ നിർണായക തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ലൈപ്സിഗ് വിമാനത്താവളത്തിന് സമീപത്തു നിന്ന് സ്ഫോടക വസ്തുക്കളടങ്ങിയ മൂന്നാമത്തെ ഡ്രോൺ കൂടി അന്വേഷണ സംഘം കണ്ടെത്തി. ഡ്രോണിനൊപ്പം 50 ഗ്രാം അതീവ പ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കളും സംഭവസ്ഥലത്തു നിന്നും ഫോറൻസിക് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ലൈപ്സിഗ് വിമാനത്താവളത്തിലെത്തിയ തന്ത്രപ്രധാനമായ ഉക്രൈനിയൻ സൈനിക വിമാനത്തെ ആക്രമിക്കുകയായിരുന്നു ഈ ഓപ്പറേഷന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ കണ്ടെത്തൽ. വിമാനത്താവളത്തിന് സമീപത്തു നിന്ന് നേരത്തെ 2 ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ സ്ഫോടക വസ്തുക്കളുമായി മൂന്നാമത്തെ ഡ്രോൺ കൂടി കണ്ടെത്തിയത്. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ നീക്കമായിരുന്നുവെങ്കിലും സാങ്കേതിക തകരാറോ സുരക്ഷാ സംവിധാനങ്ങളുടെ ഇടപെടലോ കാരണം അട്ടിമറി ശ്രമം ലക്ഷ്യം കാണാതെ പരാജയപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം. ഡ്രോൺ കണ്ടെത്തിയ സ്ഥലത്തു നിന്നും ഫോറൻസിക് വിരലടയാളങ്ങളും ഡിജിറ്റൽ ഡാറ്റകളും ജർമ്മൻ ഫെഡറൽ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. വിദേശ ചാരസംഘടനകളുടെയോ അട്ടിമറി ഗ്രൂപ്പുകളുടെയോ നേരിട്ടുള്ള ഇടപെടൽ ഇതിനു പിന്നിലുണ്ടോ എന്നാണ് ഫെഡറൽ പ്രോസിക്യൂട്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നത്. സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം കാണുന്നത്. ജർമ്മനിയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും വ്യോമതാവളങ്ങൾക്കും നേരെയുണ്ടായ ഏറ്റവും വലിയ ഭീഷണികളിലൊന്നായി സംഭവം മാറിയതോടെ രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.